ഈ ശിരോവസ്ത്രമിട്ട ഈ സ്ത്രീയെ എനിക്ക് വളരെ ബഹുമാനപൂർവ്വം വിളിക്കാനുള്ളത് ശിരോവസ്ത്രമിട്ട ശശികല എന്നാണ്. കാരണം ഒരു ശിരോവസ്ത്രമിട്ട ദൈവത്തിന്റെ മാലാഖയായ ഇവരുടെ വായിൽ നിന്നും വന്നത് വളരെ വർഗീയപരവും കേരളത്തിന് നിരക്കാത്തതുമായൊരു പുച്ഛമായ വർത്തമാനമാണ്. ഒരു കൊച്ചു പെൺകുട്ടി ഒന്ന് അവളുടെ മതത്തിന്റെ അല്ലെങ്കിൽ അവളുടെ മതം അനുവദിക്കുന്നതും അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നതുമായ അവളുടെ തട്ടം ഇട്ടിട്ട് സ്കൂളിൽ പോയപ്പോൾ ആ തട്ടമിട്ടതിന്റെ പേരിൽ അവളെ ഇറക്കി വിട്ടുകൊണ്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ സ്ത്രീ വന്ന് പറഞ്ഞതാണ്, ആ കുട്ടി തട്ടമിട്ട് വിട്ടു പോകുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഭയം തോന്നുന്നു. എന്തിനാണ് ഭയം തോന്നുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ശിരോവസ്ത്രം ആരൊക്കെ അഴിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്? ആരെങ്കിലും ഈ കേരളത്തിൽ നിങ്ങളുടെ ശിരോവസ്ത്രം അഴിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്? ആരും പറയില്ല. കാരണം ഇത് മതേതര കേരളമാണ്. നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന അനുശ്വാസിക്കുന്ന എല്ലാ റൈറ്റും നിങ്ങൾക്കുമുണ്ട്. അതേ റൈറ്റാണ് ആ കുട്ടിക്കുമുള്ളത്. അത് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് അതിന് എക്സ്പ്ലനേഷൻ തരണം. ഇനി ചിലപ്പോൾ ആ സ്കൂൾ പൂട്ടിയേക്കാം. പക്ഷെ എന്നിരുന്നാലും പറയണം, ഒരുപാട് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ഒരിക്കലും പൂട്ടാൻ പാടില്ല. പക്ഷേ മാനേജ്മെന്റിന്റെ തിട്ടൂരമുണ്ടല്ലോ. ഇവരെ പോലുള്ള ശശികലയെ പോലുള്ള സ്ത്രീകളുടെ, ഇവരെ ശശികല എന്ന് വിളിക്കുന്നതിൽ മറ്റ് എന്റെ ദൈവത്തിന്റെ മണവാട്ടിമാരായ സഹോദരിമാർ ക്ഷമിക്കുക. കാരണം ഇവരിൽ നിന്നും വന്ന വാക്കുകൾ അത്തരം വൃത്തികെട്ടൊരു വാക്കുകളാണ്. പേടിപ്പെടുത്തുകയാണ് പോലും. ആരെയാണ് പേടിപ്പെടുത്തുന്നത്? നിങ്ങളെപ്പോലുള്ള കുറെ മാനേജ്മെന്റിനെ പേടിപ്പെടുത്തുന്നുണ്ടോ? എങ്കിൽ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഗവൺമെന്റിന് മേലെയല്ല ഒരു മാനേജ്മെന്റ് സ്കൂളും. ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, തിട്ടൂരം കാട്ടാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലുവിളിക്കാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് പറയുന്നത് അനുസരിച്ചൂടാ? നിങ്ങൾക്കൊരു വെല്ലുവിളി എന്തേ? ഏത് കുട്ടികൾക്കാ പേടി ആ കുഞ്ഞ് തട്ടമിട്ട് വരുന്നതിന്റെ പേരിൽ? അപ്പൊ നിങ്ങളുടെ ശിരോവസ്ത്രം ആരൊക്കെ ഇവിടെ അഴിച്ചു വെക്കാൻ പറയുന്നുണ്ട്? ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. കാരണം ഇത് കേരളമാണ്. നിങ്ങൾക്കും റൈറ്റ് ഉണ്ട്, ആ കുട്ടിക്കും റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് വായി തോന്നുന്നത് എന്തും പറയാമെന്നുള്ള ഒരു ലൈസൻസ് ആയിട്ട് എടുക്കാൻ പാടില്ല. ദൈവത്തിന്റെ മണവാട്ടിയായതുകൊണ്ട് വളരെ മാന്യമായിട്ട് പറയുകയാണ്. നിങ്ങളെ വിളിച്ച പേര് ശിരോവസ്ത്രമിട്ട ശശികല. അത് നിങ്ങൾക്ക് അർഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് വിളിച്ചത്. ഒരു പിഞ്ചു കുട്ടിയുടെ മനസ്സ് വിഷമിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ദൈവത്തിന്റെ മണവാട്ടിയായി? ഒന്ന് പറയൂ. ഏത് ദൈവമാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ഒരു മതത്തിലും പഠിപ്പിച്ചിട്ടില്ല മറ്റൊരുത്തന്റെ വിശ്വാസത്തെ ബഹുമാനിക്കണ്ട എന്ന്. മറ്റൊരുത്തന്റെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കാനാണ് എല്ലാ മതവും പഠിപ്പിക്കുന്നത്. നിങ്ങളോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്, പുച്ഛം. ഒരു പിഞ്ചു കുഞ്ഞ് തട്ടമിട്ട് വന്നതിന്റെ പേരിൽ പുറത്താക്കിയിട്ട് പത്രക്കാരോട് വന്നിട്ട് ന്യായീകരിക്കുകയാണ്. ഉളുപ്പില്ലേ സ്ത്രീയെ നിങ്ങൾക്ക്? ഈ മാന്യമായ ശിരോവസ്ത്രവും ഇട്ടുകൊണ്ട് ഇത്തരം വർഗീയത ഈ ജനസാഗരത്തിൽ വന്ന് പുലമ്പാൻ വേണ്ടിയിട്ട് പുച്ഛം തോന്നുന്നു. പുച്ഛം നിങ്ങളോട്, മറ്റാരോടുമല്ല, നിങ്ങളോട് മാത്രം. മാനേജ്മെന്റിന്റെ തിട്ടൂരമൊന്നും വേണ്ട. ഗവൺമെന്റ് പറയുന്നത് എന്താണോ അതനുസരിക്കുക. അതെല്ലാ മതസ്ഥർക്കും ബാധ്യമാണ്. അതിന് ഇസ്ലാം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും. നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര തിട്ടൂരം? പറ്റില്ല എന്ന് പറയുന്നത്. ആ കുഞ്ഞ് ഇന്ന് TC മേടിച്ച് പിൻവലിഞ്ഞു പോയിരിക്കുകയാണ്. നിങ്ങളുടെ ഇത്തരം ഒരു വർഗീയ പരാമർശം ആ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മണവാട്ടിയാണെന്ന്. ആ ദൈവത്തിന് പോലും നിങ്ങളോട് വെറുപ്പായിരിക്കും. കാരണം നിങ്ങൾ പറഞ്ഞ ഈ വാക്കിന്റെ പേരിൽ വല്ലാത്തൊരു വെറുപ്പായിരിക്കും. പറയാതെ പോയി കഴിഞ്ഞാലേ സങ്കടമായി പോകും. ശബ്ദിക്കേണ്ട ശബ്ദങ്ങൾ ഉയർന്നു തന്നെ ശബ്ദിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പറയുന്നതും ചിലർക്ക് എന്നെ പലർക്കും ഇഷ്ടപ്പെടാതിരിക്കാം. അത് ഞാൻ ബോധേഡ് ചെയ്യുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയുക തന്നെ വേണം. അത്രയേ ഉള്ളൂ.